ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ണിക്കുട്ടിന് എന്താണ് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടേക്കുന്നത് നോക്കാവേ. ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. കുറച്ച് ക്യാരറ്റ്, ബീൻസ്, ഒണിയൻ, പിന്നെ കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി, ഇത്രയും എല്ലാം കൂടെ നെയ്യിൽ വരട്ടിയിട്ട് പിന്നെ ചോറ് വേവിച്ചിട്ട് മിക്സ് ചെയ്തിട്ടു. അതൊരു സിമ്പിൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണേ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇന്നലെ കുറച്ച് ക്യാരറ്റ് ക്യാരറ്റല്ല, കുക്കുംബർ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം പുള്ളിക്കാരന് കുക്കുംബർ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ കൊടുത്താലും പുള്ളിക്കാരൻ കഴിച്ചോളും. അതുകൊണ്ട് തന്നെ റൈസല്ലേ, അപ്പം ഡൈജഷൻ നല്ലതല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കുക്കുംബറും വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ കൂടെ വെച്ചത് സോയാബീൻ കറിയാണ്. കുറച്ച് സവാള, തക്കാളി, ശകലം ഉപ്പുമിട്ട് ഒന്ന് വഴട്ടിയിട്ട് ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നേ. അതുകൂടെ ഒന്നുകൂടെ ഒന്ന് വഴട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴട്ടിയിട്ട് കുറച്ച് ഗ്രേവി വേണം, അതുകൊണ്ട് കുറച്ച് വെള്ളം ഇട്ട് നല്ലപോലെ ഒന്ന് കറിയാക്കി. അതായിരുന്നു ഇതിൻ്റെ കൂടെ കറി. പിന്നെ സ്നാക്സിൽ ബ്രെഡും ടൊമാറ്റോ സോസും ആയിരുന്നേ. പുള്ളിക്കാരന് ബ്രെഡിൽ ജാം പറ്റുന്നതിനെക്കാട്ടി കൂടുതൽ ടൊമാറ്റോ സോസാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസാണ് പരട്ടി കൊടുത്തത്. 3 ബ്രെഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ശകലം കാഷ്യൂനട്ട്, കാരണം ഓൾറെഡി കാഷ്യൂനട്ട് നമ്മൾ റൈസിലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചേ വെച്ചുള്ളൂ കാഷ്യൂനട്ട്. അതുപോലെ ഇന്ന് കരാട്ടെ ക്ലാസ് ഉണ്ട്, അപ്പം അതുകൊണ്ട് റൈസാണ് വെച്ചത്. ഹെവി ആവാനായിട്ടല്ല, അവർക്ക് ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് 2 പീരീഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കരാട്ടെ ക്ലാസ്. അപ്പം മിക്ക ഫ്രൈഡേയ്സിലും റൈസ് എന്തായാലും കൊടുത്തു വിടും, കാരണം ചോറ് വല്ലതും കൊടുത്തു വിട്ടാൽ പുള്ളിക്കാരൻ ഫുള്ള് കഴിക്കില്ല. അതുപോലെ കാപ്പി കൊടുത്തു വിട്ടാലും ഫുള്ള് കഴിക്കില്ല. അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ അവൻ ഫുള്ള് കഴിക്കത്തുള്ളൂ. ഇത് ഒരാൾക്കുള്ള ലഞ്ച് ബോക്സേ ഉള്ളൂ, കാരണം കല്യാണിക്ക് വീണിട്ട് തലയിൽ ചെറിയ സ്റ്റിച്ചുണ്ട്, അതുകൊണ്ട് അവൾ ഈ ആഴ്ച എന്തായാലും പോവില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.